കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകളിൽ KPCC, DCC തലത്തിലുള്ള മാറ്റങ്ങൾക്കാണ് ആലോചന നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ച നിശ്ചയിച്ച രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം 2 ദിവസം തങ്ങി MPമാർ, KPCC മുൻ പ്രസിഡന്റുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. യോഗം അടുത്ത ഞായറാഴ്ചത്തേക്ക് മാറ്റിയെങ്കിലും വരും ദിവസങ്ങളിൽ ചർച്ച നടക്കുന്നതാണ്. KPCC പ്രസിഡന്റ് K. സുധാകരന് അനാരോഗ്യം മൂലം സംഘടനാ പ്രവർത്തനത്തിൽ പൂർണ്ണമായി മുഴുകാൻ പറ്റുന്നില്ലെന്ന വാദവും ഈ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും പ്രസിഡന്റും തമ്മിലുള്ള അകൽച്ചയും സംഘടനയെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. എന്നാൽ താൻ പ്രസിഡന്റായ ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളും പാർട്ടി തലത്തിൽ നടത്തിയ പരിപാടികളും ചൂണ്ടിക്കാട്ടി അതിനെ K. സുധാകരൻ പ്രതിരോധിക്കുന്നുമുണ്ട്. K. സുധാകരനുള്ള ജനസ്വീകാര്യതയും താഴെത്തട്ടിൽ മുതലുള്ള പിന്തുണയും മറ്റൊരു പ്രധാന ഘടകമായി തന്നെ എടുത്തുകാട്ടുന്നുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്ക് പുതിയ മുഖം കൊണ്ടുവരികയെന്നതാണ് KPCC, DCC തലത്തിലുള്ള മാറ്റങ്ങൾക്കായി നിൽക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം. സുധാകരന് പകരം ആര് എന്നതിന് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMന് ഈഴവ വിഭാഗത്തിൽ നിന്ന് വോട്ട് ചോർച്ചയുണ്ടായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ K. സുധാകരനെ മാറ്റുന്നത് ഉചിതമാകില്ലെന്ന വാദവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K. സുധാകരൻ തുടങ്ങി ഈഴവ വിഭാഗത്തിൽ നിന്ന് അടുപ്പിച്ചു പ്രസിഡന്റുമാർ വന്നതിനാൽ ക്രമം മാറുന്നതിൽ തെറ്റില്ല എന്ന വാദം മറുവിഭാഗത്തിനും ഉണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരിലും കുറച്ചുപേരുടെ പ്രവർത്തനം മോശമാണെന്ന വിലയിരുത്തലുകളുമുണ്ട്. DCC പ്രസിഡന്റുമാരിലും പ്രവർത്തനം പോരാത്തവരെ മാറ്റണമെന്ന നിർദ്ദേശവും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. കൂടാതെ ഭാരവാഹികളെ മാറ്റണമെന്നത് കനകോലുവിന്റെ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC, DCC തലങ്ങളിൽ ഭാരവാഹികളിൽ കാര്യമായ അഴിച്ചുപണി വേണമെന്നാണ് കോൺഗ്രസിനായി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്ന സുനിൽ കനകോലു ടീമിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. KPCC നേതൃത്വത്തിലേക്ക് അവർ പകരം പേരുകൾ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ എല്ലാ ജില്ലകളിലും താമസിച്ച് AICC സെക്രട്ടറിമാർ തയ്യാറാക്കിയ പ്രവർത്തന റിപ്പോർട്ടും കേന്ദ്ര നേതൃത്വത്തിന്റെ പക്കലുണ്ട്. അതേസമയം നേരത്തെ സംസ്ഥാനത്തെ കോൺഗ്രസിൽ പുനഃസംഘടന വൈകുന്നതിൽ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചിരുന്നതാണ്. സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിലെ ഭിന്നത രൂക്ഷമായതാണ് പുനഃസംഘടന വൈകുന്നതിന്റെ കാരണമെന്നായിരുന്നു അന്ന് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ആ സമയത്ത് രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിയതിലും ദേശീയ നേതൃത്വം അതൃപ്തിയിലായിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെത്തിയ സമയത്ത് സംസ്ഥാന നേതാക്കളെ കാണാതെയാണ് മടങ്ങിയത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു ദീപാദാസ് മുൻഷി കേരളത്തിലെത്തിയത്. എന്നാൽ അന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചതിനെ തുടർന്ന് ദീപാദാസ് മുൻഷിക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ദീപാദാസ് മുൻഷി കേരളത്തിലെ നേതാക്കളെ കാണാതെ ഡൽഹിയിലേക്ക് മടങ്ങേണ്ടി വന്നത്. സംസ്ഥാന നേതാക്കളുടെ സമീപനത്തിൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലായിരുന്നു. സംസ്ഥാനത്തെ പാർട്ടിയെ സംബന്ധിച്ച് അതിനിർണായകമായ യോഗത്തിൽ പങ്കെടുക്കാൻ പോലും നേതാക്കൾ തയ്യാറാകാത്തതിനെ ഗൗരവത്തോടെയാണ് ദേശീയ നേതൃത്വം കണ്ടിരുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ യോഗം മാറ്റിയതും അതൃപ്തിക്ക് കാരണമായിരുന്നു.